കാസർഗോഡ് ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. സ്കൂളിന് സമീപത്തെ ഹോട്ടലിൽ നിന്ന് എത്തിച്ച ഭക്ഷണം കഴിച്ചവരിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ. ചായത്ത് സ്കൂളിൽ ഗൈഡിൻ്റെ പോയി വന്ന് അന്ന് മുതലേ ചെറിയൊരു ലക്ഷണം കണ്ടു. ഇന്നലെ ഛർദി, പുറത്തുപോക്ക്, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വന്നു. ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഹോസ്പിറ്റലിലൊന്നും കാണിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുട്ടികളും അങ്ങനെയൊന്നും പറയുന്നു, ഭക്ഷണം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ചപ്പാത്തീൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ചപ്പാത്തി ഒരു പഴകിയ രൂപത്തിലുള്ള ചപ്പാത്തിയാണ് പറയുന്നുണ്ട്. പിന്നെ കൊടുത്തത് കുറേ കടലക്കറിയാണ് കൊടുത്തത്. ആ കടലക്കറിയുടെ സ്മെല്ല് കുറേ എന്തോ ഒരു കെട്ട വാസന കണക്കത്തെ സ്മെല്ലാണ് ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകും. അരുൺ, ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എത്ര കുട്ടികൾക്കാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ? ശ്രീലക്ഷ്മി, 20ഓളം കുട്ടികൾക്കാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അവിടെയും നില ഗുരുതരമൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ്. ഇവർക്ക് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. ചെറുവത്തൂരിലെ ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഈ കുട്ടികൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ടാണ് 27, 28, 29 തീയതികളിലായിട്ടാണ് ചായോത്ത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പ് നടന്നത്. ഈ 3 ദിവസങ്ങളിലും സമീപത്തെ ഹോട്ടലിൽ നിന്നായിരുന്നു ഭക്ഷണം എത്തിച്ചത്. 29-ാം തീയതി ഞായറാഴ്ച രാവിലെ ഈ ഭക്ഷണം എത്തിച്ച ഹോട്ടലിൽ നിന്ന് എത്തിച്ച ഭക്ഷണം കഴിച്ച കുട്ടികൾക്കാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായത്. ഇന്ന് രാവിലെയോടെ കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവുമൊക്കെ രൂപപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. ആകെ 138ഓളം കുട്ടികളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തതെന്ന് പറയുന്നുണ്ട്. ഇതിൽ 20 കുട്ടികൾക്കാണ് ഈ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത്. ശ്രീലക്ഷ്മി. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകിയത്.